ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ബാംഗ്ലൂരു അൽസൂർ ലേക്കിൽ അവിടെ നമ്മുടെ ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചിട്ട് നടന്നിട്ടുള്ള ഗണേശ വിഗ്രഹം നമ്മൾ ഒഴുക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വേറൊരു ആവശ്യത്തിനായിരുന്നു ഇതുവഴി പോയത്. അപ്പം അവിചാരിതമായിട്ടാണ് ഞങ്ങളിത് കണ്ടിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി നോക്കിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. വലിയ വിഗ്രഹങ്ങൾ, ചെറിയ വിഗ്രഹങ്ങൾ, നമുക്ക് കണ്ടാൽ കൊതിതീരാത്ത അത്രയും കളർഫുൾ ആയിട്ടുള്ള നല്ല ഐശ്വര്യമുള്ള ഒത്തിരി വിഗ്രഹങ്ങൾ കണ്ടു. അവിടെ തന്നെ നമ്മുടെ ഈ സൈഡിലെ ഫുട്പാത്തിൻ്റെ ഒക്കെ ഭാഗങ്ങളിലായിട്ട് ഈ നമ്മുടെ പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ കൊണ്ടുവരുന്ന വിഗ്രഹങ്ങളെ അവർ പൂജിച്ച് അതിൻ്റെ മാലയൊക്കെ അഴിച്ച് അതിനുശേഷമാണ് ഒഴുക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി വിഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ശരിക്കും ഒരു JCB യൂസ് ചെയ്തിട്ട് ഒത്തിരി വിഗ്രഹങ്ങൾ കയറ്റി ഒരേ സമയമാണ് അവർ കൊണ്ടുപോയിട്ട് ഒഴുക്കുന്നത്. ഓരോരോ വലിയ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒത്തിരി ടൈം പിടിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ശരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പിന്നെ ശരിക്കും തിരക്ക് കാരണം അവിടെ നേരിട്ട് നിന്ന് എനിക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഹൈറ്റിലേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താഴെ നമ്മുടെ കൊണ്ടുവന്ന ആ സമയത്താണ് വീഡിയോ, അതിലൂടെയാണ് ഞാനും കണ്ടത്. ശരിക്കും അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു. പിന്നെ ഒരു ആംബിയൻസ് ആയാലും നല്ല ഈ പ്രസാദത്തിൻ്റെ ആ സ്മെല്ലും ചന്ദനത്തിരിയുടെ സ്മെല്ലും ഒക്കെ കൂടെ ആയിട്ട് കുറേ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ശരിക്കും നമ്മുടെ എന്താ പറയുക, മനസ്സൊന്നും ഓർക്കാതെയാണ് ഞങ്ങൾ ശരിക്കും ഈ ഒരു ഏരിയയിൽ എത്തിപ്പെട്ടത്. ഈ വഴിക്ക് അങ്ങ് വന്നത് ശരിക്കും ഇവിടെ ആയിട്ട് വന്നതല്ലായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പോരാനും തോന്നിയില്ല. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരിക്കും ഇതൊക്കെ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ശരിക്കും ഞാൻ മിസ് ചെയ്തു ആ വർഷങ്ങളൊക്കെ. കാരണം ഞങ്ങൾ കടലിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കടലിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ദൂരെ നിന്നും ഒക്കെ ആയിട്ട് ഒത്തിരി വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ ആ സമയങ്ങളൊക്കെ. ഈ ടൈമിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടി പോകാൻ. അതിൻ്റെ കൂടെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കളിക്കും. ആ ടൈമിലൊന്നും അങ്ങനെ ഒഴുക്കുണ്ടാവാറില്ല, തിരമാലകൾ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സുഖമാണ് ശരിക്കും പോയിട്ട് കടലിൽ നിൽക്കാനും കളിക്കാനൊക്കെ ആയിട്ട്. ഒരു വട്ടം എൻ്റെ ചെരുപ്പൊക്കെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വർഷം. അപ്പോൾ ശരിക്കും ഇതൊക്കെ കണ്ട സമയത്ത് എനിക്കതാണ് ഓർമ്മ വന്നത്. ശരിക്കും അതൊക്കെ ഒരു രസമുള്ളൊരു കാര്യമല്ലേ. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കുറേ ബന്ധുക്കൾ, പിന്നെ ഒട്ടും അറിയാത്ത ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയുക കൂടുക, കുറേ പാട്ടുകൾ പാടുക, ഭജൻസ് പാടുക. അപ്പം ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും ആ ഡേയ്സിലോടൊക്കെ ഞാനൊന്ന് വീണ്ടും പോയി. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ട സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി. ഇവരുടെ കുറേ നമ്മുടെ ശർക്കര പായസം പോലെയുള്ള പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കടലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇതിൽ കാണാൻ ഞങ്ങൾക്കൊരു വെജ് ബിരിയാണിയൊക്കെ കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷം ശരിക്കും, മനസ്സ് നിറഞ്ഞു ശരിക്കും ഇവിടെ വന്ന സമയത്ത്. എന്താ പറയുക, എല്ലാവർക്കും നല്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് കൂടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടോളൂ കേട്ടോ.
കയ്യിൽ വെക്കും പ്രസാദം എടുക്കട്ടെ. ಹುಷಾರೇ ತಿನ್ನೋದಲ್ಲ